ലോകം ഇന്ന് വളരെ ക്രിട്ടിക്കലായി നോക്കുന്ന ഒരു വിഷയമാണ് അമേരിക്കയിൽ നിന്നുള്ള H1B വിസ നിയന്ത്രണങ്ങളും അതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ആശങ്കകളും. ഈ H1B വിസ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യയിൽ ആയിരക്കണക്കിന് വിസ ഇന്റർവ്യൂസ് പെട്ടെന്ന് റദ്ദാക്കി. ഇത് വെറും വിസ റദ്ദാക്കലുകൾ മാത്രമല്ല, പതിറ്റാണ്ടുകളായി US ടെക് മേഖലയിൽ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന ഡോമിനൻസിനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് നീക്കമായി വേണം കാണാൻ. അമേരിക്കൻ കോൺസുലേറ്റുകൾക്ക് മുന്നിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ടെൻഷൻ നിറഞ്ഞ മുഖങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിലും വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്താണെന്നോ? ട്രംപ് ക്യാമ്പിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പ്രധാന US കമ്പനികളെ ഇന്ത്യനൈസ് ചെയ്യണമെന്ന ഡിമാൻഡാണ്. ഇന്ത്യൻ IT വിദഗ്ധരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് വീണ്ടും ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുകയാണ് ഈ പുതിയ ക്രൈസിസ്. ഈ കോൺട്രവേഴ്സിയുടെ എല്ലാ വിശദാംശങ്ങളും ഇന്ത്യയിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും പരിശോധിക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ പോളിസിയിൽ മാൻഡറ്ററി സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് ഉണ്ട്. അതായത് ഡിസംബർ 15 മുതൽ എല്ലാ H1B അതുപോലെ H4 എന്ന് പറയുന്നത് H1B വിസ ഉടമകളുടെ ആശ്രിതരാണ്. ഈ അപേക്ഷകരുടെ ഒക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് നിർബന്ധമായും സ്ക്രീൻ ചെയ്യണമെന്ന പുതിയ നിയമം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ഇനി അടുത്തത് വെറ്റിംഗ് സമയം കൂടുന്നു. അതായത് വിസ അപേക്ഷകർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക് ആക്കണം. ഇത് വിസ ഓഫീസർമാർക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് നടത്താൻ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. പിന്നെ ഇന്റർവ്യൂ റദ്ദാക്കലാണ്. ഈ പുതിയ എക്സ്റ്റൻഡഡ് വെറ്റിംഗ് പ്രോസസ് കാരണം US കോൺസുലേറ്റുകൾക്ക് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന ഇന്റർവ്യൂകളുടെ എണ്ണം കുറയുകയും ചെയ്തു. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇന്റർവ്യൂ റദ്ദാക്കലാണ്. അതായത് ഈ പുതിയ എക്സ്റ്റൻഡഡ് വെറ്റിംഗ് പ്രോസസ്സ് കാരണം US കോൺസുലേറ്റുകൾക്ക് ഒരു ദിവസം എടുക്കാൻ കഴിയുന്ന ഇന്റർവ്യൂകളുടെ എണ്ണം ചുരുങ്ങി. ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ മെയിൻ സെന്റേഴ്സിൽ ഡിസംബറിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന ആയിരക്കണക്കിന് അപ്പോയിന്റ്മെന്റുകളാണ് ഒറ്റ രാത്രി കൊണ്ട് റദ്ദാക്കിയത്. പലരുടെയും പുതിയ തീയതികൾ 2026 മാർച്ച് വരെയൊക്കെ നീട്ടിയിട്ടുണ്ട്. ഇനി ഈ നിയന്ത്രണത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. അവധിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ആയി ഇന്ത്യയിലെത്തിയ H1B തൊഴിലാളികളാണ് ഇപ്പോൾ US-ലേക്ക് തിരികെ പോകാനാവാതെ കുടുങ്ങിയിരിക്കുന്നത്. വിസ സ്റ്റാമ്പിംഗ് ഇല്ലാതെ അവർക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇവരിൽ ശക്തമാണ്. ഇനി ഇന്ത്യനൈസിംഗ് എന്നാൽ എന്താണ്? ഇതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണ്? ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പദം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു വാക്ക് മാത്രമല്ല, US ഇമിഗ്രേഷനിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇന്ത്യനൈസിംഗ് എന്നതുകൊണ്ട് ട്രംപ് ക്യാമ്പിലെ ചില രാഷ്ട്രീയ നിരീക്ഷകരും കൺസൾട്ടന്റുകളും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുക. അമേരിക്കൻ ടെക് കമ്പനികളിലും പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിലും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കുള്ള പ്രീഡോമിനൻസ് കുറയ്ക്കുക എന്നതാണ് ഇന്ത്യനൈസിംഗ് എന്നതുകൊണ്ട് ട്രംപ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ തൊഴിലാളികൾക്ക് ജോലി നൽകുക. H1B വിസക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ IT സ്ഥാപനങ്ങളുമായി ബന്ധമുള്ളവർ, അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യുന്നുവെന്നും ഇത് അമേരിക്കൻ വർക്കേഴ്സിന് ദോഷകരമാണ് എന്നുമാണ് ഇവരുടെ വാദം. H1B ദുരുപയോഗം അവസാനിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം. പ്രധാന ആരോപണം ഇങ്ങനെയാണ്: ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് കമ്പനികൾ H1B വിസ ലോ കോസ്റ്റ് ലേബർ നേടാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇത് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുമാണ് ഇവരുടെ കോർ ആയിട്ടുള്ള ആർഗ്യുമെന്റ്. ഇതിനു മുന്നോടിയായി പുതിയ H1B അപേക്ഷകർക്ക് $1 ലക്ഷം എന്ന ഭീമമായ ഫീ ചുമത്താനുള്ള നീക്കവും ട്രംപ് ഭരണകൂടം നടത്തിയിരുന്നു. ഇത്രയും ഉയർന്ന കോസ്റ്റ് വരുന്നതോടെ ഇന്ത്യൻ IT കമ്പനികൾക്ക് US-ലേക്ക് തൊഴിലാളികളെ അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടാകും. അടുത്ത ചോദ്യം ഇത് ഇന്ത്യക്ക് എന്താണ് അർത്ഥമാകുന്നത് എന്നാണ്. ഈ പുതിയ നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ പെട്ടെന്നുള്ളതും അതുപോലെ ലോങ് ടേം ആയതുമായ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. ആദ്യം ഷോർട്ട് ടേം ഇമ്പാക്റ്റ്. അതിതാണ് തൊഴിൽ നഷ്ടവും സാമ്പത്തിക ഞെരുക്കവുമാണ്. ആയിരക്കണക്കിന് IT പ്രൊഫഷണലുകൾക്ക് US-ലെ ജോലി നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. റെമിറ്റൻസ്, അതായത് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണം കുറയുന്നത് രാജ്യത്തിന്റെ ഇക്കണോമിയെ നേരിയ തോതിൽ ബാധിക്കാം. ഇനി പെട്ടെന്നുള്ള ഇമ്പാക്റ്റ് ഇതാണ് IT കമ്പനികൾക്കുള്ള തിരിച്ചടി. US-ലെ ക്ലയന്റ് സൈറ്റ്സിൽ പോയി ജോലി ചെയ്യുന്ന പരമ്പരാഗത ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് ബിസിനസ് മോഡലിന് ഇത് കനത്ത തിരിച്ചടിയാണ്. പുതിയ H1B അപേക്ഷകൾ ഒഴിവാക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും. ഇനി അടുത്തത് ലോങ് ടേം ഇമ്പാക്ട്. ഇന്ത്യക്ക് പുതിയ അവസരമുണ്ടാക്കും. അതായത് വിസ നിയന്ത്രണങ്ങൾ കടുക്കുമ്പോൾ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള US ടെക് ജയന്റ്സ് US-ലുള്ള വർക്ക് ഇന്ത്യയിലെ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഉയർന്ന വാല്യൂ ഉള്ള ജോലികൾ ഇന്ത്യയിലേക്ക് എത്താൻ ഇത് കാരണമാകും. ഇത് ഇന്ത്യയുടെ ടെക് ഇക്കോസിസ്റ്റത്തിന് ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയേക്കാം. അതുപോലെ രാഷ്ട്രീയ ബന്ധമാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ പ്രധാന തൂണുകളിൽ ഒന്നാണ് ജനങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ വിസ പ്രതിസന്ധി ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു തരം സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യനൈസിംഗ് എന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ഇന്ത്യക്കാരെ ആശ്രയിക്കുന്നത് കുറച്ച് ലോക്കൽ അമേരിക്കൻ വർക്ക് ഫോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന കടുത്ത നാഷണലിസ്റ്റ് നിലപാടാണ്.
ട്രംപിന്റെ ഈ പുതിയ നീക്കങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ പതിറ്റാണ്ടുകളായ US ഇക്കണോമിയുടെ നട്ടെല്ലായ ഇന്ത്യൻ ടെക് വർക്കേഴ്സിന്റെ ജീവിതവും ഭാവിയുമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വിസ നടപടിക്രമങ്ങളിലെ ഈ അനിശ്ചിതത്വം ഇന്ത്യ-US ബന്ധത്തിലും ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇന്ത്യൻ ടാലൻസിനെ തകർക്കുമോ അതോ ഇന്ത്യയിലെ ടെക് റെവല്യൂഷന് ഇത് ഒരു പുതിയ മൊമെന്റം നൽകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഈ ക്രൈസിസ് എങ്ങനെ അവസാനിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.